So hello friends, once again welcome back friends. അപ്പോൾ നമ്മളൊരു ബോർഡിൻ്റെ റിവ്യൂമായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു 5 ചാനൽ ബാസ്റ്റബിൾ ബോർഡാണ്. ഈ ബോർഡ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തൊരു ആംപ്ലിഫയറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പോൾ അന്നേ പറഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാമെന്ന്. കാര്യം ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ബോർഡാണ്. എല്ലാ ചാനലിലും നമുക്ക് ബാസ്റ്റബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്. ആ മണി നൈസായിട്ട് ചെക്ക് അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് Dtech പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ 5.1 ടോൺ കൺട്രോൾ ബോർഡ്. ആദ്യം നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. PCBയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് എപ്പോക്സി PCB തന്നെയാണ് ഈ ഒരു ബോർഡ് അവർ ചെയ്തിരിക്കുന്നത്. ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കൈവേളയിൽ ഇരിക്കാൻ പറ്റുന്ന അത്രയും വീതി നീളവും മാത്രമേ ഈ ഒരു ബോർഡിനുള്ളൂ. ആ ഒരു ചെറിയ ബോർഡിൽ തന്നെ ഒരു 5.1 ടോൺ കൺട്രോൾ ഒതുക്കി ചെയ്തിട്ടുണ്ട്. 5 ചാനലിനും ഇൻഡിവിജ്വലായിട്ടുള്ള ടോൺ കൺട്രോൾ, അതായത് ബാസ്റ്റബിൾ കൺട്രോളും സബ്വൂഫറിന് വേണ്ടിയിട്ട് ഒരു ഗെയിൻ കൺട്രോളുമാണ് ഈ ഒരു ബോർഡിനകത്ത് അവർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗേജുള്ള ഒരു ഗ്ലാസ് എപ്പോക്സി PCB തന്നെയാണ് ഇവർ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലൊരു ബ്ലൂ കളർ ലെയറാണ് ഈ PCBക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അടിയിൽ സോൾഡർ മാസ്കിനും ഏകദേശം അതേപോലെ ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. PCBയുടെ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ സോൾഡർ ചെയ്തേക്കുന്ന ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു സോൾഡറിംഗ് ആണ് നമുക്കിനകത്ത് കാണാൻ സാധിക്കുന്നത്. സോ ഓവറാൾ ക്വാളിറ്റിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ കണക്ഷൻ ഡീറ്റെയിൽസും നോക്കാം. കപ്പാസിറ്റേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ സാംവയുടെ കപ്പാസിറ്റേഴ്സാണ് ഇതിനകത്ത് കൂടുതൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കെൽട്ടോണിൻ്റെ കപ്പാസിറ്റേഴ്സും ഒരു 4 കപ്പാസിറ്ററിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ കപ്പാസിറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് കപ്പാസിറ്റർ എല്ലാം തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറാമിക്, നോർമലി നമുക്ക് കിട്ടുന്ന സെറാമിക് കപ്പാസിറ്ററൊക്കെ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. മോശമൊന്നും പറയാനില്ല. റെസിസ്റ്ററിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്ക് കൂടുതലും മെറ്റൽ ഫിലിം റെസിസ്റ്റർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ എവിടെയൊക്കെ ആയിട്ട് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പവർ സപ്ലൈയുടെ സെക്ഷനിലും. പിന്നെ അവിടെ കുറച്ച് ഭാഗത്തായിട്ട് കുറച്ച് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഐസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ഓപ്പാമ്പായിട്ടുള്ള NE5532 അതുപോലെ തന്നെ ഡ്യുവൽ ഓപ്പാമ്പായിട്ടുള്ള JRC 4558 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 4558 2 ICയും NE5532 ഒരു ICയുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അടുത്തായി നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കണക്ഷൻ സെറ്റിങ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ ഇട്ട് പോകാം. പവർ സപ്ലൈ ഡ്യുവൽ പവർ സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. പ്ലസ് ഓർ മൈനസ് ആണ് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലസ് ഓർ മൈനസ് 12 to 25 വോൾട്ട് വരെ ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. പവർ സപ്ലൈയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഹൈ വോൾട്ട് കൊടുക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻപുട്ടുകൾ ഓഡിയോ ഇൻപുട്ട്സ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. നമുക്ക് SL, SR, FL, FR, സെൻറ്റർ, സബ്, ഗ്രൗണ്ട് കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് കറക്റ്റ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. സോ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഇവിടെയും അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട്, സബ്, സെൻറ്റർ, FL, FR, SL, SR എന്ന് കറക്റ്റായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് കണക്ഷൻ കൊടുത്താൽ മതി. സിമ്പിൾ കണക്ഷനാണ്. അപ്പോൾ അതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഡ്യുവൽ പവർ സപ്ലൈ കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് എടുക്കുക. ഈ ഒരു ബോർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ചാനലിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാസ്റ്റബിൾ കൺട്രോൾ ഉണ്ട്. അതായത് ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാസ് ആൻഡ് ട്രബിൾ നമുക്ക് സറൗണ്ട് റൈറ്റിനാണ്, ഇത് സറൗണ്ട് ലെഫ്റ്റിനുള്ള ബാസ് ആൻഡ് ട്രബിൾ കൺട്രോളാണ്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ലെഫ്റ്റിനുള്ള ബാസ് ട്രബിൾ കൺട്രോളാണ്. തൊട്ട് മുകളിൽ വരുന്നത് ഫ്രണ്ട് റൈറ്റിനുള്ള ബാസ് ട്രബിൾ കൺട്രോളാണ്. സോ ഓരോ ചാനലും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ബാസ് ആൻഡ് ട്രബിളും കുറയ്ക്കാം. ഇത് സെൻറ്ററിനുള്ളതാണ്. ഈ ഭാഗം വന്നിരിക്കുന്നത് സെൻറ്ററിനാണ്. തൊട്ട് മുകളിലായിട്ടൊരു പ്രീസെറ്റ് ഇട്ട് സബ്വൂഫറിൻ്റെ ഒരു ഗെയിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെയും ഒരു പ്രീസെറ്റ് ഇട്ട് അതിന് കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടലി നമുക്ക് 5 ചാനലിനും ഇൻഡിവിജ്വലായിട്ട് ടോൺ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ സബിന് ഒരു ഇൻഡിവിജ്വൽ ഗെയിൻ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡ് നമുക്ക് വളരെ ഉപകാരപ്പെടും. കാര്യം നമ്മൾ 5.1 ആംപ്ലിഫയേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് പല ചാനലിനും പല ടോണായി പോകും. ഈ ടോൺ ഒരിക്കലും ബാലൻസ് ആവത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ റിമോട്ട് കിറ്റൊക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് മാത്രമേ നമുക്ക് ബാസും ട്രബിളും കിട്ടാറുള്ളൂ. അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് സെൻറ്ററിലേക്കും സറൗണ്ടിലേക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആംപ്ലിഫയറിനകത്ത് വെച്ച് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു ബോർഡാണ്. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കി 1-2 ആംപ്ലിഫയേഴ്സിൽ വെച്ച് കൊടുത്തു വിട്ടു. വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പ്രോപ്പർ അസംബ്ലിംഗ് ആണെങ്കിൽ നോയ്സോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബോർഡാണ്. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്കും ആംപ്ലിഫയേഴ്സ് അസംബിൾ ചെയ്യുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിസ്സാര വിലയേ ഉള്ളൂ. വലിയ ചിലവൊന്നും വരാത്ത നല്ലൊരു അടിപൊളി ബോർഡാണിത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.